ഞാൻ എന്താണോ പെണ്ണാണോ നോക്കാൻ വേണ്ടി ക്ലാസ്സിലെ സഹപാഠികളൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു കയറി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ അടുത്ത് സ്ഥിരം പരാതി പറയാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എൻ്റെ ഭാഗത്തല്ലേ തെറ്റുണ്ടാവുക അവർ ചിന്തിക്കും. കാരണം നീ ആണുങ്ങളെ പോലെ നടക്കുന്ന പറയാം അവർ. അവരുടെ പ്രശ്നമായിരുന്നില്ല, കാരണം അവർക്ക് അറിവില്ല അതിനെപ്പറ്റി. എൻ്റെ വീട്ടുകാരും സ്വപ്നം കണ്ടത് ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു മകനാണ് ഞാൻ. അത് ഭയങ്കര സങ്കടമുണ്ട്. അവർക്കൊരു എന്നെ ഒരു ഉസ്താദൊക്കെ ആക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ സ്വപ്നങ്ങളിൽ എൻ്റെ ഒരു ശേഷം വരുന്നൊരു തലമുറയല്ലേ അവരുടെ പാരമ്പര്യം എന്നുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അവരിഷ്ടപ്പെടുന്ന കണക്കൊരു ജോലി മീൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിട്ട് മാറിയില്ല. എൻ്റെ വാപ്പ എൻ്റെ മുന്നിൽ ആദ്യമായിട്ട് കരയുന്നത് ഈ വിഷയത്തിലാണ്. ആ മനുഷ്യനെ കരയിപ്പിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴും. എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ നജീബ് അവരുടെ മകനാണ്, മകളൊന്നും ആവത്തൊന്നുമില്ല. എനിക്ക് ഭയങ്കര അഹങ്കരിക്കാം കേരളത്തിനകത്ത് ജീവിക്കുമ്പോൾ. എന്നെ ആരും ട്രാൻസായിട്ടല്ല കാണണേ എന്നുള്ളത്. നിലവിൽ ആഫ്റ്റർ ബിഗ് ബോസ് ഞാൻ എടുത്തു പറയാം, എനിക്ക് അങ്ങനത്തെ ഒരു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്രിക്കറ്റ് മാച്ച് കിടന്നു. ഞാൻ കിടന്നു ലേഡീസ് റൂമിലാണ്, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചാണ് കിടന്നത്. മതി, എനിക്ക് ഇതിൽ കൂടുതൽ എന്താ ഇനി വേണ്ടത്? വീട്ടിൽ പോകുമ്പോൾ എൻ്റെ കുടുംബക്കാരുടെ മുന്നിൽ വാപ്പ എന്നെ ഇപ്പോൾ പ്രൗഡായിട്ട് നിർത്തുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ ഭയങ്കര അഭിമാനിച്ചാണ് നിൽക്കുന്നത്, പ്രിവിലേജ്ഡ് ആയിട്ട്.